Hi all, this is Cock. The greatest of all time got ദളപതി വിജയ് അണ്ണയുടെ ഗോട്ട് പ്രഭു വെങ്കിട്ട് പ്രഭു റൈറ്റർ ഡയറക്ടർ. സിനിമ ആരംഭിക്കുമ്പോൾ 2008 അപ്പോഴാണ് കഥ നടക്കുന്നത്. ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അതിലെ ചില കോമാളികൾ എന്ന് പറയാൻ കാരണം ഇതുപോലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് സ്പൂഫ് പരിപാടി. ആദ്യം തന്നെ ഒരു ട്രെയിന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഈ കോമാളി കൂട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത്, പഴയകാല നടൻ പ്രശാന്ത്, അതുപോലെ മലയാളിയായിട്ടുള്ള അജ്മൽ, അമീർ, ഡാൻസർ പ്രഭുദേവ, പിന്നെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇതുപോലുള്ള കോമാളി വേഷങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളത് വിജയ് അണ്ണയ്ക്കൊരു ഹോബിയാണ് തോന്നുന്നു. ഇത്രയും കോമാളി വേഷങ്ങൾ ഇതിനു മുൻപും ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പല റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായി കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവാൻ ശങ്കർ രാജ, ശങ്കർ രാജ, പണ്ണി വെച്ചര രാജ, ഈ കോമാളി കൂട്ടങ്ങൾക്ക് പറ്റിയ പാട്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം, സിഗ്നേച്ചറായിട്ടുള്ള ഒരു സ്കോറില്ല. അതുപോലെ ഒരു തരത്തിലുള്ള എലിവേഷൻസും ഒരു സീനിന് പോലും ലഭിക്കുന്നില്ല. ഓർത്ത് വെക്കാൻ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാലങ്ങളായിട്ട് അനിരുദ്ധ് ചെയ്തു വരുന്ന ഒരു സ്കെയിലുണ്ട്, ഒരു ലെവൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്. അതിൻ്റെ ഒന്ന് 7 അയലത്ത് യുവാന് ചെയ്യാൻ പറ്റിയിട്ടില്ല. മങ്കാത്തിലൊക്കെ വെങ്കട് പ്രഭുവിന് വേണ്ടിയിട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒന്നുമില്ല, വളരെ ശൂന്യം വട്ടപ്പൂജ എന്നാണ് സ്കോറിങ്ങും സോങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. അങ്ങനെ കോമാളിത്തരങ്ങൾ. പിന്നെ വിജയ് അണ്ണയുടെ കോമഡീസാണ്. വെള്ളമടിച്ച് കയറി വന്നിട്ട് കാണിക്കുന്ന കോമഡി, വെള്ളമടി നിർത്തുന്ന കോമഡി, ഭക്തിമാർഗം കോമഡി, ഇങ്ങനെ. പിന്നെ ഇവർ തമ്മിലുള്ള 3 പേരും ചേർന്നുള്ള കോമഡി, പിന്നെ പ്രഭുദേവയും പ്രശാന്തും വിജയ് അണ്ണയും കൂടി ചേർന്നിട്ടുള്ള കോമഡി, റീൽസിലൊക്കെ ഉള്ള പോലത്തെ കോമഡീസൊക്കെ. പിന്നെ പഴയകാല ഫീൽഡ് ഔട്ടായിട്ട് പഴയകാല വീട്ടിലിരിക്കുന്ന പഴയകാല നടിമാരായിട്ടുള്ള സ്നേഹ, ലൈല, ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കോമഡിയായിട്ട് എന്ത് കോമഡി ഇങ്ങനെ കോമഡിയായിട്ട് ഇങ്ങനെ. അതിനിടയ്ക്ക് പിന്നെ കെനിയയിൽ ഒരു ഓപ്പറേഷൻ, ഞാൻ പറഞ്ഞ ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണല്ലോ, ഇപ്പോൾ ഇവർക്കൊരു അണ്ടർ കവർ പരിപാടി ഓപ്പറേഷൻസ്, പിന്നെ തായ്ലാൻഡിൽ ഓപ്പറേഷൻ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന. അവിടെ പോയി അതായത് ഓരോ രാജ്യത്ത് പോയിട്ട് കോമാളിത്തരം കാണിക്കുക. അങ്ങനെ ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലേക്ക് അതോ വരികയാണ്. നമ്മളെ ജയറാമേട്ടൻ്റെ ഒരു വരവാണ്. പുള്ളി ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയൊക്കെ വലിയ ഒരു ആളോ. പുള്ളിക്ക് പിന്നെ ഗത്താണ് ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുവാണ്. പുള്ളിയും കൂടെ വന്ന് ഇങ്ങനെ പരിപാടികൾ. പിന്നെ സിനിമയ്ക്ക് ഒരു മൊമെൻ്റ് സംഭവിക്കുന്നത് കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഒരു സീരിയസ് നോട്ടിലേക്ക് സിനിമ മാറുകയാണ്. സീരിയസ് നോട്ടിലേക്ക് സിനിമ മാറുമ്പോൾ ആ സമയത്ത് വിജയ് ഇമോഷണൽ സീൻസൊക്കെ ചെയ്താൽ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പ്രസൻറ്റ് ടൈമിൽ സിനിമ വരുമ്പോഴേക്ക് ഈ പറഞ്ഞ വിജയ് പ്രായമായി. ഒരു 10-16 വർഷം കഴിഞ്ഞു. ഈ 16 വർഷം കഴിയുമ്പോൾ പ്രായമായല്ലോ. പ്രായ സമയത്ത് വിജയുടെ വിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോക്കടിച്ച് ചത്ത കാക്കയുടെ മുകളിൽ മുട്ടയുടെ വെള്ള തേക്കുക, എന്നിട്ട് ഉണക്കിയെടുത്ത് എങ്ങനെയുണ്ട് അതുപോലത്തെ വിഗും വെച്ചിട്ട്, അയ്യോ കാണുമ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല. സത്യം പറയാലോ, ഈ ആരാധകരൊക്കെ എങ്ങനെ കണ്ടിരിക്കുന്ന പോലെ ഇത് വിജയ് അണ്ണ ദളപതി ആരാധകർ വല്ലാത്ത ജാതി ഒരു വിഗും വെച്ചിട്ട്, അയ്യോ. അവിടെയാണ് ലോകേഷൊക്കെ എങ്ങനെയാണ് വിജയെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആ 2 വിജയായി കഴിഞ്ഞാലും. അങ്ങനെ പിന്നെ വിജയ് കാണുമ്പോഴേ എനിക്ക് ചിരി വരും. അങ്ങനെ ഇരിക്കുമ്പോഴതാ വരുന്നത് ദളപതിക്ക് ഒപ്പം ഇളയ ദളപതി, ഡി ഏജിങ് വിജയുടെ കാര്യം പറഞ്ഞതാ ആണ്. ഡി ഏജിങ് വിജയ് ഒരു അസുഖം ബാധിച്ച പോലത്തെ ഒരു പരിപാടി. എന്നിട്ട് പിന്നെ മറ്റേ പുള്ളി പരിപാടി നിർത്തി. തുടക്കത്തിൽ കുറേ കോമഡി തരം കാണിച്ച കഥാപാത്രം പരിപാടി നിർത്തി. പിന്നെ സിനിമ അവിടെ മുതൽ അങ്ങോട്ട് കഴിയും വരെ
ഈ ഡി ഏജിങ് വിജയുടെ കോമാളിത്തര, മകൻ ഇളയ ദളപതി വിജയുടെ കോമാളിത്തര, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന പല പല പരിപാടികൾ. അതിനിടയ്ക്ക് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനകത്ത് ട്രെയിനകത്ത് ഒരു ഹെൽമെറ്റ് വെച്ചൊരു സീനുണ്ട്. അത് കിട്ടു സീനായിരുന്നു. ആ സമയത്തുള്ള യുവാൻ്റെ സ്കോറിങ് കുറച്ച് ഭേദപ്പെട്ടത് ആ ഒരു സമയത്തായിരുന്നു. പിന്നെ കഥ എന്ന് പറയുകയാണെങ്കിൽ പഴയ ബോംബ് കഥ തന്നെ. അച്ഛൻ മകൻ, അച്ഛ മഖ മഖ അച്ഛ, ഒരു മനുഷ്യായുസ്സിൽ സംഭവിക്കുന്ന ഏറ്റവും ഇമോഷൻസിൻ്റെ ഒരു ഒരു ഉച്ചസ്ഥായിലൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവമുണ്ട്. അത് അച്ഛൻ മകൻ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. അതിനെയൊക്കെ കാണിക്കുന്ന നാടകം പോലെ അച്ഛൻ മകൻ അച്ഛ മക, പിന്നെ അതുമായിട്ട് വന്നിരിക്കുന്നതിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അമ്മ അമ്മ. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ എഴുതി കൺവിൻസ് ചെയ്യുന്ന എനിക്ക് തീരെ പരിപാടി കണ്ടപ്പോൾ എന്തുവാ കാണിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയാണ് മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. നേർച്ച പോലെ കുറേ കാലങ്ങളായിട്ട് വിജയ് സിനിമയിലുള്ള ബബിൾഗം അണ്ണാക്കിലെറിയൽ 3 ഏറ് അത് ഉണ്ടേ. ഫാൻസ് ആരും നിരാശരാകണ്ട. അതുപോലെ ഐ ആം വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ മറ്റേ ഈ പെടലിക്ക് കുത്തിയിട്ട് ഉളുക്കി പോണ സാധനമല്ലേ, അതില്ല, അത് വിട്ടുപോയെന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനമല്ലേ, അത് ഈ പടത്തിലില്ല, അത് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ തായ്ലാൻഡ് കെനിയ എന്നൊക്കെ പറയാൻ പോലെ റഷ്യപ്പുണ്ട്. അപ്പോൾ വിജയുടെ ക്യാരക്ടറിനെ റഷ്യയിൽ പോയിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല, പ്രശാന്ത് വിളിച്ചിട്ട് കിട്ടണില്ല, പ്രശാന്ത് ഇന്ത്യയിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ തൊട്ടടുത്ത നിമിഷം അതാ പ്രശാന്ത് തൊട്ടപ്പുറന്ന് വിളിക്കുന്നു, ഇടാ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനങ്ങ് പോന്നു, എവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് തൊട്ടടുത്ത നിമിഷം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇതിനകത്ത് കാണിച്ചു വെക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ പഴയ ഈ മാന്നാർ മത്തായി സ്പീക്കിങ്ങിലോ റാഞ്ചി റാവിലാണോ ഓർമ്മയില്ല, ഒരു തോക്ക് കാണാണ്ടായിട്ട് ഈ തോക്ക് ആരുടെയാണ് ചോദിക്കുന്നില്ലേ, ഇന്നസെൻറ്റ്. അതുപോലെ ഈ റിമോട്ട് കൊണ്ട് ബോംബ് വെച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ എത്ര കാലങ്ങളായിട്ട് കാണുന്നത്. ഓക്കെ, എന്നാലും ഓക്കെ, ഈ കഥയുടെ കാര്യം വിട്, അല്ലെങ്കിൽ പരിപാടിയെ വിട്, എന്തെങ്കിലും ഒരു മൊമെൻറ്റം വേണ്ടേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ ആവുന്ന കയ്യടിക്കാൻ തോന്നുന്ന വാട്ട്സ് നെക്സ്റ്റ് എന്ന് നമ്മളെ ഉദ്യോഗജനകമായിട്ട് കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഈ സിനിമയ്ക്കകത്ത് വേണ്ടേ. കയ്യടിക്കാൻ വേണ്ടി ആർപ്പ് വിളിക്കാൻ വേണ്ടി പോയിട്ട് ഒന്നുമില്ല, പൂരപ്പറമ്പാക്കാൻ പോയിട്ട് ശവപ്പറമ്പിലിരിക്കുന്ന അവസ്ഥ. ഒരു സാധനമില്ല. നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പക്ഷേ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ കൂടെ അതിനകത്ത് നമ്മളെ ഒന്ന് ഹൈയാക്കുക, ഒന്ന് കയ്യടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഒന്ന് ഇമോഷൻ കൊണ്ട് കണ്ണ് നിറയുക, അല്ലെങ്കിൽ ആ ഒരു സ്കെയില് ഗ്രാഫ് ഇങ്ങനെ കയറി പോവുക, അങ്ങനെ ഒന്നുമില്ല. എന്തൊക്കെ ഒരു കണ്ടംകളി. ഈ സിനിമയെക്കുറിച്ച് ഞാനത് പറയാം, ഒരു കണ്ടംകളിയിലെ ഗോട്ടാണ് ഇത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു കച്ചറമയം പരിപാടി. പിന്നെ ധോണി ഫാൻസിന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെ ധോണിയെ നന്നായിട്ട് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ധോണിക്ക് സ്കോർ ARRൻ്റെ ഒരു സ്കോറൊക്കെ കൊടുക്കുന്നുണ്ട് പടയപ്പല്ലേ. അതൊക്കെ വെച്ചിട്ട് ധോണി ഫാൻസിനും ഓക്കെ. പക്ഷേ അതിനിടയിൽ കൂടെ അവർ വെളുപ്പിക്കലുണ്ട്, തള്ളി പിന്നെ ധോണീനൊക്കെ പിടിച്ച് ഗോട്ടാക്കാൻ നോക്കുന്നുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഗോട്ട് എല്ലാവർക്കും ഗോട്ടാണ്, ഗോട്ട് ധോണി ഗോട്ട്, വിജയണ്ണൻ ഗോട്ട്, കോകില മോഹനാണ് വില്ലനൊന്നും തീരെ വയ്യ. പിന്നെ ഇതിൽ തീരെ വയ്യാത്തത് പ്രേംജി അമരനാണ്, ഇദ്ദേഹത്തിൻ്റെ അനിയൻ വെങ്കട് പ്രഭുവിൻ്റെ. പുള്ളിക്ക് തീരെ വയ്യ കേട്ടോ, ഇതിനകത്ത് തീരെ വയ്യ. മാത്രമല്ല പുള്ളി ലാസ്റ്റ് കാണിക്കുന്ന കോപ്രായം കണ്ടു കഴിഞ്ഞാൽ ഒന്നും പൊട്ടിച്ചു കൊടുക്കാൻ തോന്നുന്നു. അതുപോലത്തെ കോപ്രായം ക്യാരക്ടർ സ്വന്തം അനിയനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാരക്ടർ കൊടുത്തൊരു സിനിമയെ പറയിപ്പിക്കണം. പിന്നെ മീനാക്ഷി ചൗധരി, കാര്യമില്ല, ഒരു നായിക എന്നൊക്കെ പറയാം, ഒരു വേസ്റ്റ് നായിക. അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്തായാലും വിജയണ്ണ പാർട്ടിയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞു, കൊടി സെറ്റായിട്ടുണ്ട്, പാർട്ടിക്ക് ഒരു പാട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഒരു ഫെയർവെൽ കൊടുക്കാൻ പറ്റിയ പടമേ അല്ല, ഈ റേഞ്ചിലൊന്നല്ല. ഇപ്പോൾ ഗോട്ട് എന്നെല്ലാം പറഞ്ഞ പേരിട്ടിട്ട് ഇതൊന്നുമല്ല, കണ്ടംകളി പരിപാടിയും കണ്ടംകളി ഗോട്ടും ആക്കി വിടേണ്ട കാര്യമില്ല. പുള്ളിക്ക് നല്ലൊരു കിടുക്കാച്ചി ഒരു സെറ്റ്, ഒരു നല്ലൊരു പോസിറ്റീവ് ഓവറോൾ വരുന്ന, അതായത് ഫാൻസ് മാത്രമല്ല, ഒരു ഇമോഷണലി കണക്റ്റായി, അയ്യോ നിങ്ങൾ അഭിനയം നിർത്തല്ലേ, നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, ഞങ്ങൾക്ക് ഇനി പടങ്ങൾ വേണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുമ്പോഴല്ലേ
അതൊരു യഥാർത്ഥ ഫെയർവെൽ ആവുന്നുള്ളൂ. അല്ലാതെ ഈ ചില ആൾക്കാർ കടിച്ചു തൂങ്ങി നിൽക്കും പോലെ, ഈ സ്പോർട്സിലൊക്കെ നിൽക്കും പോലെ റിട്ടയർ ആവുന്ന സമയമായിട്ടും റിട്ടയർ ആവാതെ കടിച്ചു തൂങ്ങി പിന്നെയും ഇങ്ങനെ കളിക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ ഫുട്ബോളിലൊക്കെ. അതുപോലത്തെ ഒരു ഫെയർവെൽ അല്ല വിജയണ്ണന് വേണ്ടത്. പുള്ളിയുടെ പ്രൈമിൽ, പുള്ളിയുടെ സ്റ്റാർഡത്തിൻ്റെ പീക്കിൽ, പുള്ളി ഓൾറെഡി സ്റ്റാർഡത്തിൻ്റെ പീക്കിലാണ് ഉള്ളത്. അതിൽ വിജയണ്ണ ഇപ്പം അഭിനയം നിർത്തരുതായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും സാധനങ്ങൾ വേണം, FDFs വേണം, പടങ്ങൾ വേണം എന്ന് നമ്മളെ തോന്നിപ്പിച്ച് കൊതിപ്പിച്ച് കടന്നു കളയണം. അപ്പോൾ അതൊരു ഇമ്മോർട്ടലായിട്ട് പുള്ളിയുടെ ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്.